ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ജനാധിപത്യ താൽപര്യത്തിന് മുൻതൂക്കം നൽകുമെന്ന് നിയുക്ത ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. നേപ്പാൾ സംഘർഷ പശ്ചാത്തലത്തിൽ ഉത്തർപ്രദേശിലും പശ്ചിമ ബംഗാളിലും കനത്ത ജാഗ്രത. കാഠ്മണ്ഡുവിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസുകൾ റദ്ദാക്കി. സംസ്ഥാന അധ്യാപക പുരസ്കാരങ്ങൾ മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് തിരുവനന്തപുരത്ത് സമ്മാനിക്കും. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് ചികിത്സയിലുള്ള ഒരാളൊഴികെ എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരം. ജാഗ്രത കൈവിടാതെ ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ UAE പോരാട്ടം. വാർത്തകൾ വിശദമായി. രാജ്യവികസനത്തിനായി പരിശ്രമിക്കുമെന്ന് നിയുക്ത ഉപരാഷ്ട്രപതിയും മഹാരാഷ്ട്ര ഗവർണറുമായ CP രാധാകൃഷ്ണൻ. ജനാധിപത്യത്തിൽ ഭരണകക്ഷിയും പ്രതിപക്ഷ പാർട്ടികളും പ്രധാനമാണെന്നും ജനാധിപത്യ താൽപര്യത്തിന് മുൻതൂക്കം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് ശ്രീ CP രാധാകൃഷ്ണനെ രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ അഭിനന്ദിച്ചു. INDIA ബ്ലോക്ക് സ്ഥാനാർത്ഥിയും മുൻ സുപ്രീം കോടതി ജഡ്ജിയുമായ B സുദർശൻ റെഡ്ഡിയെ 152 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ശ്രീ CP രാധാകൃഷ്ണൻ പരാജയപ്പെടുത്തിയത്. നേപ്പാളിൽ യുവജന പ്രക്ഷോഭം തുടരുന്ന സാഹചര്യത്തിൽ എയർ ഇന്ത്യയും സ്പൈസ് ജെറ്റും ഇന്ന് കാഠ്മണ്ഡുവിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസുകൾ റദ്ദാക്കി. വിമാനത്താവളം അടച്ചതിനെ തുടർന്ന് ഇന്ന് ഉച്ചവരെയുള്ള വിമാനങ്ങൾ റദ്ദാക്കിയതായി ഇൻഡിഗോയും അറിയിച്ചു. അതേസമയം സ്ഥിതിഗതികൾ ശാന്തമാകുന്നതുവരെ ഇന്ത്യൻ പൌരന്മാർ നേപ്പാളിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. എന്നാൽ നേപ്പാളിലെ സംഘർഷ പശ്ചാത്തലത്തിൽ രാജ്യവുമായി അതിർത്തി പങ്കിടുന്ന ഉത്തർപ്രദേശിലെയും പശ്ചിമ ബംഗാളിലെയും ജില്ലകളിൽ കനത്ത ജാഗ്രത പ്രഖ്യാപിച്ചു. ഇരു സംസ്ഥാനങ്ങളിലെയും അതിർത്തി ജില്ലകളിൽ കൂടുതൽ പോലീസിനെയും വിന്യസിച്ചു. സംസ്ഥാന അധ്യാപക പുരസ്കാരങ്ങൾ മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് തിരുവനന്തപുരത്ത് സമ്മാനിക്കും. പാഠ്യേതര രംഗങ്ങളിലെ പ്രവർത്തനത്തിലും മാതൃകാ ക്ലാസ് അവതരണം, അഭിമുഖം എന്നിവയിൽ മികവ് പുലർത്തിയവർക്കുമുള്ള പുരസ്കാരങ്ങളാണ് ഇന്ന് നൽകുക. എഴുത്തുകാരായ അധ്യാപകരുടെ മികച്ച പുസ്തകങ്ങൾക്ക് നൽകുന്ന പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക സാഹിത്യ പുരസ്കാരവും ചടങ്ങിൽ സമ്മാനിക്കും. സർഗാത്മക സാഹിത്യം, വൈജ്ഞാനിക സാഹിത്യം, ബാലസാഹിത്യം എന്നീ മേഖലകളിലെ മികച്ച കൃതികൾക്കാണ് അവാർഡുകൾ നൽകുന്നത്. സംസ്ഥാനത്ത് സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം 50% ഉയർത്തുമെന്ന്, ഇതിലൂടെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിൽ വൻ മുന്നേറ്റം കൈവരിക്കാനാകുമെന്നും മന്ത്രി MB രാജേഷ്. വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായുള്ള തൊഴിൽദാതാക്കളുടെ യോഗം പാലക്കാട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സ്ത്രീകൾക്ക് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാനാണ് സർക്കാർ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള ഒരാൾ ഒഴികെ എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരമെന്ന് ആശുപത്രി അധികൃതർ. 2 കുട്ടികൾ ഉൾപ്പെടെ 9 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. അതേസമയം ജാഗ്രത കൈവിടരുതെന്നും പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരണമെന്നും ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി. ആർമി റിക്രൂട്ട്മെന്റ് റാലിക്ക് ഇടുക്കി നെടുങ്കണ്ടത്ത് തുടക്കമായി. ഈ മാസം 16 വരെയാണ് റാലി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലെ 3102 ഉദ്യോഗാർത്ഥികളാണ് റാലിയിൽ പങ്കെടുക്കുന്നത്. ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി കോട്ടയം, തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്ന് KSRTC അധിക സർവീസ് നടത്തുന്നുണ്ട്. സംസ്ഥാന ഫിഷറീസ് വകുപ്പ് തിരോനദി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന ആന്റി ഡ്രഗ് ക്യാമ്പയിൻ 2025 കോഴിക്കോട് ജില്ലയിൽ തുടക്കമായി. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. സംസ്ഥാന ഫിഷറീസ് വകുപ്പ് തീരോന്നതി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന ആന്റി ഡ്രഗ്സ് ക്യാമ്പയിന് കോഴിക്കോട് ജില്ലയിൽ തുടക്കമായി. മേയർ ബീന ഫിലിപ്പ് ക്യാമ്പയിൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഫിഷറീസ്, എക്സൈസ്, പോലീസ്, തദ്ദേശ, ആരോഗ്യ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് തീരദേശ മേഖലയിലെ ലഹരി നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ട് ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ലഹരി ഉപയോഗം കൊണ്ട് ഉണ്ടാവുന്ന ദൂഷ്യഫലങ്ങൾ എന്ന വിഷയത്തിൽ എക്സൈസ് വകുപ്പ് പ്രിവന്റീവ് ഓഫീസർ സന്തോഷ് ചെറുവോട്ട് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. താനൂർ ബോട്ട് അപകടത്തെക്കുറിച്ചുള്ള അന്വേഷണ കമ്മീഷന്റെ 2ാം ഘട്ട വിചാരണ ഇന്നു മുതൽ തിരുവനന്തപുരം പൂവാർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടക്കും. 2023 മെയ് 7-ാം തീയതിയുണ്ടായ ബോട്ട് അപകടത്തിന്റെ കാരണങ്ങളും ഭാവിയിൽ ദുരന്തങ്ങൾ ഒഴിവാക്കാൻ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ചും അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകുന്നതിനായാണ് വിചാരണ സംഘടിപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിലും ലക്ഷദ്വീപിലും ശരാശരിയിലും കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചത്. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്.
ഒഴിഞ്ഞ പ്ലാസ്റ്റിക് മദ്യക്കുപ്പികൾ സംസ്ഥാനത്തെ ബെവ്കോ ഔട്ട്ലെറ്റുകൾ വഴി ഇന്നു മുതൽ സ്വീകരിച്ചു തുടങ്ങും. പദ്ധതി നടപ്പാക്കുന്ന ബെവ്കോ ഔട്ട്ലെറ്റുകളിൽ നിന്ന് പ്ലാസ്റ്റിക് കുപ്പിയിലെ മദ്യം വാങ്ങുമ്പോൾ 20 രൂപ അധികം നൽകണം. കുപ്പി ഒന്നിന് 20 രൂപ വീതം തിരികെ ലഭിക്കും. പ്ലാസ്റ്റിക് മാലിന്യത്തിന്റെ വ്യാപനം തടയാൻ ലക്ഷ്യമിട്ടാണ് നടപടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഏഷ്യ കപ്പ് 2020 ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ UAE നേരിടും. ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. ഇന്നലെ നടന്ന ഉദ്ഘാടന മത്സരത്തിൽ അഫ്ഗാനിസ്ഥാൻ ഹോങ്കോങ്ങിനെ പരാജയപ്പെടുത്തി. ഈ മാസം 28 വരെ നടക്കുന്ന ടൂർണമെന്റിൽ 8 ടീമുകളാണ് പങ്കെടുക്കുന്നത്. ഇന്ന് ലോക ആത്മഹത്യാ പ്രതിരോധ ദിനം. ആത്മഹത്യയെക്കുറിച്ചുള്ള ആഖ്യാന രീതി മാറ്റുക എന്നതാണ് സന്ദേശം. ആളുകൾക്ക് സംസാരിക്കാനും സഹായം തേടാനും കഴിയുന്ന അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് പ്രധാനമെന്ന് ദിനാചരണം ഓർമ്മിപ്പിക്കുന്നു. മാനസിക പിരിമുറുക്കങ്ങൾ നേരിടുമ്പോൾ അവ തുറന്ന് സംസാരിക്കാൻ മടി കാണിക്കരുതെന്നും ആത്മഹത്യ ഒരു പ്രശ്നത്തിനും പരിഹാരമല്ലെന്നും ടെലിമനസ് കേരളയിലെ കൺസൾട്ടന്റ് സൈക്കാട്രിസ്റ്റ് ഡോക്ടർ ദീപ്തി ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. ലോകമെമ്പാടും ഓരോ വർഷവും 7 ലക്ഷത്തിലധികം പേർ ആത്മഹത്യ മൂലം ജീവൻ നഷ്ടപ്പെടുത്തുന്നു. പക്ഷെ ഓർമ്മിക്കുക, ആത്മഹത്യ ഒരിക്കലും പരിഹാരമല്ല. അത് താൽക്കാലിക വേദനയ്ക്കുള്ള സ്ഥിരമായ ഒരു നഷ്ടമാണ്. ജീവിതത്തിൽ മാനസികമായ ബുദ്ധിമുട്ട് നേരിടുമ്പോൾ കുടുംബത്തോടോ സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ ഒരു മാനസികാരോഗ്യ വിദഗ്ധനോടോ തുറന്ന് സംസാരിക്കുക. ഇതിനായി ആരോഗ്യവകുപ്പിന്റെ 24/7 ടെലിമനസ് ഹെൽപ്പ് ലൈൻ നമ്പറായ 14416 വിളിക്കാം. PRD മുൻ ഡയറക്ടർ M. നന്ദകുമാറിന്റെ സംസ്കാരം ഇന്ന് തിരുവനന്തപുരം ശാന്തി കവാടത്തിൽ നടക്കും. ജവഹർ നഗർ വിമൻസ് അസോസിയേഷൻ ഹാളിൽ പൊതുദർശനത്തിന് വെച്ച ഭൌതിക ശരീരത്തിൽ നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. പ്രഭാഷകൻ, എഴുത്തുകാരൻ എന്നീ നിലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച M. നന്ദകുമാർ ഇന്നലെയാണ് അന്തരിച്ചത്. ഒരു വർഷത്തിനകം 3500 കോടി രൂപയുടെ നിക്ഷേപവും 2000 തൊഴിലവസരങ്ങളും ലക്ഷ്യമിട്ടുള്ള മലപ്പുറം നിക്ഷേപക സംഗമം നാളെ വ്യവസായ മന്ത്രി P. രാജീവ് ഉദ്ഘാടനം ചെയ്യും. മലപ്പുറം ജില്ലയിൽ നിന്ന് ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിൽ പങ്കെടുത്തവരും ജില്ലയിൽ 20 കോടിയിൽ അധികം നിക്ഷേപം നടത്തുന്നവരുമായ വ്യവസായികളുടെ നേതൃത്വത്തിൽ ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ സഹായത്തോടെയാണ് സംരംഭകർ ഒത്തുചേരുന്നത്. ഉപയോഗമില്ലെന്ന് കരുതി ഉപേക്ഷിച്ചിരുന്ന പനങ്കുരു ഇപ്പോൾ VIP ആണ്. വന്യമൃഗശല്യവും പ്രതികൂല കാലാവസ്ഥയും മൂലം തകർന്ന ഇടുക്കി ഹൈറേഞ്ചിലെ കാർഷിക മേഖലയ്ക്ക് പനങ്കുരുവിന് ലഭിക്കുന്ന മികച്ച വില വലിയ ആശ്വാസമാണ് നൽകുന്നത്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്. മുൻകാലങ്ങളിൽ പനങ്കൊല ചെത്തി കള്ളെടുക്കുക മാത്രമായിരുന്നു പനയിൽ നിന്നുള്ള വരുമാനം. എന്നാൽ 3 വർഷം മുമ്പ് മുതൽ വാണിജ്യാടിസ്ഥാനത്തിൽ പനങ്കുരു സംഭരിക്കാൻ തുടങ്ങിയതോടെ നാട്ടിൽ ഇത് ശേഖരിക്കുന്നവരുടെ എണ്ണം കൂടുകയും ചെയ്തു. 1 കിലോ പനങ്കായ്ക്ക് തൊണ്ടോടെ 12 മുതൽ 14 രൂപ വരെ വില ലഭിക്കുന്നുണ്ട്. ഒരു പനയിൽ 20 കുലകൾ വരെ ഉണ്ടാകും. ഇതിന്റെ വള്ളി ഉൾപ്പെടെയാണ് കച്ചവടക്കാർ തൂക്കിയെടുക്കുന്നത്. ഇടുക്കിയിൽ ചേലച്ചുവട് കേന്ദ്രമായാണ് ഇത് കൂടുതൽ വാങ്ങുന്നതും ഉണക്കി വാണിജ്യാടിസ്ഥാനത്തിൽ വിൽപ്പന നടത്തുകയും ചെയ്യുന്നത്. CPI സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ ആരംഭിച്ചു. കാനം രാജേന്ദ്രൻ നഗറിൽ നടക്കുന്ന സമ്മേളനം CPI ജനറൽ സെക്രട്ടറി D. രാജ ഉദ്ഘാടനം ചെയ്തു. വലിയ ചുടുകാട് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും സമ്മേളന നഗരിയിലേക്ക് ദീപശിഖ പ്രയാണവും നടന്നു. സർവകാല റെക്കോർഡിൽ സ്വർണ്ണവില പവന് 160 രൂപ വർദ്ധിച്ച് 81,040 രൂപയും ഗ്രാമിന് 20 രൂപ വർദ്ധിച്ച് 10,130 രൂപയുമാണ് ഇന്നത്തെ വില. രാജ്യത്തെ ഓഹരി വിപണികളിലും നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 409 പോയിന്റ് ഉയർന്ന് 81,510. ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 127 പോയിന്റ് നേട്ടത്തിൽ 24,995 വ്യാപാരം തുടരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ജനാധിപത്യ താൽപര്യത്തിന് മുൻതൂക്കം നൽകുമെന്ന് നിയുക്ത ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. നേപ്പാൾ സംഘർഷ പശ്ചാത്തലത്തിൽ ഉത്തർപ്രദേശിലും പശ്ചിമബംഗാളിലും കനത്ത ജാഗ്രത. കാഠ്മണ്ഡുവിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസുകൾ റദ്ദാക്കി. സംസ്ഥാന അധ്യാപക പുരസ്കാരങ്ങൾ മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് തിരുവനന്തപുരത്ത് സമ്മാനിക്കും. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് ചികിത്സയിലുള്ള ഒരാൾ ഒഴികെ എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരം. ജാഗ്രത കൈവിടാതെ ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ UAE പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.